ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസം ഈ ഒരു ചായ നാട്ട് തുടങ്ങുന്നത്. ചായ കൂടിയും കഴിഞ്ഞ് പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മളിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 11 മണിയെങ്കിലും ആയിട്ടുണ്ടാവട്ടെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇന്ന് ഇതേ പുട്ടും മുട്ടക്കറിയും പപ്പടം ഒക്കെ ആയിരുന്നുണ്ട് രാവിലെ. ഇന്ന് മാത്രമല്ല മിക്ക ഞായറാഴ്ചകളും നമ്മുടെ വീട്ടിൽ പുട്ടും മുട്ടക്കറി ആയിരിക്കും കേട്ടോ രാവിലെ. അതിനുശേഷം പിന്നെ നമ്മളിത് ഉച്ചത്തെ പരിപാടിയായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഉച്ചക്ക് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാനാണ് കേട്ടോ. അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടുത്തെ ഓരോന്നോരോന്നായിട്ട് ഇടയായിക്കൊണ്ടിരിക്കുക കേട്ടോ. ബിരിയാണി ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കച്ചമ്പർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ കച്ചമ്പർ ഉണ്ടാക്കുന്ന കാര്യം അവസാനം മറന്നു പോകട്ടെ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ബിരിയാണി ചിക്കനും റെഡി ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കച്ചമ്പർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അവസാനം നമ്മൾ ബിരിയാണി എസൻസും കൂടി ആയിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണത്. ബിരിയാണി മാത്രമല്ല ഇപ്പുറത്തെ ചിക്കനും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മളതങ്ങ് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബിരിയാണിയും ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചാൽ മാത്രം മതി നമുക്ക് ബിരിയാണി. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. ഉച്ചയായപ്പോൾ തന്നെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയതൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി കൂടുതൽ പള്ളിയിൽ പോകാൻ വേണ്ടി പോകുക കേട്ടോ. ഇന്ന് ഞാനും അച്ഛനും അമ്മയും ഓനാമയും കൂടിയായിട്ട് ഇന്ന് പള്ളിയിലേക്ക് പോകുന്നത്. യൂബർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിട്ട് നമ്മൾ ഇന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഞാൻ ഇന്ന് യൂബർ ബുക്ക് ചെയ്തത്. അതിൻ്റെ ടെൻഷൻ എന്നേക്കാൾ കൂടുതലുണ്ടായത് അച്ഛനായിരുന്നു കേട്ടോ. ബുക്ക് ചെയ്തൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും യൂബർ വന്ന് നമ്മൾ 4 പേരും കൂടി കൂടുതൽ പള്ളിയിലേക്കാട്ടോ പോകുന്നത്. കലൂര് പള്ളിയിലേക്കാട്ടോ നമ്മളെല്ലാവരും കൂടി കൂടിന്ന് പോകുന്നത്. എറണാകുളത്തുള്ളവരാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പള്ളിയാട്ടോ കലൂര് പള്ളി. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമായിട്ട് ഇന്ന് കലൂര് പള്ളിയിൽ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ പള്ളിയിൽ എത്തിയതുകൊണ്ട് ഒരുപാട് ബ്ലോക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പള്ളിയുടെ മുമ്പിൽ വന്ന് അവിടെ തന്നെ നമ്മൾ മെഴുകുതിരി വാങ്ങിച്ചിട്ടോ. ആദ്യമേ മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ പള്ളിയുടെ അകത്തേട്ട് കയറി കേട്ടോ. അകത്ത് കയറിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ കുറേ നേരം പള്ളിയുടെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കേട്ടോ പിന്നെ നമ്മളതേ പുറത്തേട്ട് ഇറങ്ങിയത് തിരിച്ച് വീട്ടിലേക്ക്. തിരിച്ച് പോകുന്ന വഴി നമ്മളിത് യൂബറിന് തന്നെയായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ യൂബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളിത് തിരിച്ച് വീട്ടിലും എത്തി കേട്ടോ. വരുന്ന വഴി അവിടെ അമ്മയും മോളും കൂടെ റോഡ് സൈഡിൽ ചെടിയും പറിച്ചിട്ടുണ്ടാട്ടോ വരുന്നത് തിരിച്ച് വീട്ടിലേക്ക്. വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴാണ് നമ്മളിത് ഇന്നിപ്പോൾ സ്പെഷ്യൽ നമ്മുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനപ്പോൾ ഇത് ലിവർ ആട്ടോ എടുത്തേക്കുന്നത്. ചിക്കൻ പീസ് ഞാൻ എടുത്തില്ലായിരുന്നു. എനിക്ക് ലിവറാണ് കൂടുതൽ ഇഷ്ടമായിട്ട് ചിക്കൻ കറിയിൽ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഗ്രേവി ഞാൻ വാരിക്കൊരു ബിരിയാണിയിലേക്ക് ഇടുന്നുണ്ട്. തീർന്നിട്ടില്ല. പിന്നെ കച്ചമ്പറും ഉണ്ട്. പിന്നെ നമുക്ക് രാവിലത്തെ പപ്പടവും ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ പപ്പടം കൂടി കൂട്ടിയാണ് നമ്മൾ ഇന്ന് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകുന്നത്. വീട്ടിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ നാളായിരുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലോണം തന്നെ ഇപ്രാവശ്യം ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ഉറക്കമൊക്കെ പാസ്സായിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഷേക്ക് അടിക്കാൻ വേണ്ടി പോകുക കേട്ടോ. ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഈ ഒരു ഷേക്ക് നിർബന്ധമാണ് കേട്ടോ. ഇതിനപ്പോൾ മെയിനായിട്ട് നമ്മുടെ പാളയംകുടം പഴവും ഈന്തപ്പഴവും ബൂസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ പാലും ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ അതങ്ങ് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മീതെ ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടി ഇല്ല കുറച്ചധികം ബൂസ്റ്റും കൂടി ഇങ്ങനെ വിതറി ഇടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഈ ഷേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കഴിച്ച് പിന്നെ എനിക്ക് വേറെ ഒന്നും കഴിക്കണ്ട. രാത്രി പോയി ഒന്നും കഴിക്കാമല്ലോ ഷേക്ക് കഴിക്കണ ദിവസമൊക്കെ. ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അതേപോലെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ രാത്രി ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ ഒരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ ഞായറാഴ്ച ദിവസത്തെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.